ആദ്യേട്ടാ, ഈ വീടിൻ്റെ കാര്യം അബിയോട് പറഞ്ഞു. ഇങ്ങനെ പോയാൽ പറ്റില്ല. ഇപ്പോൾ ഒരു വരുമാനവും നമുക്കില്ല. ഈ വീടിൻ്റെ ഷെയർ കിട്ടിയാൽ എന്തെങ്കിലും ചെറുതായി ഒരു ബിസിനസ് തുടങ്ങാം. സൂപ്പർ മാർക്കറ്റ് അബിക്ക് വിട്ടുകൊടുത്ത് ഇറങ്ങേണ്ടി വന്നപ്പോൾ ഒരു പ്രതീക്ഷ പുതുതായി തുടങ്ങുന്ന സൂപ്പർ മാർക്കറ്റിൽ ഷെയർ ബിസിനസ് ചെയ്യാൻ അതിൻ്റെ മുതലാളിയെ പാട്ടിലാക്കാനിരുന്നതാണ് മായയും ആദിത്യനും. അന്വേഷിച്ചപ്പോൾ അതിൻ്റെ ഓണർ അൽത്താഫാണെന്നറിഞ്ഞത്. അതോടെ അതിൻ്റെ കാറ്റിൽ തീരുമാനവുമായി. സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്ത പണം ഇതുവരെയും കിട്ടിയതുമില്ല. ഇനി ആകെ നന്ദാവനത്തിൻ്റെ ഷെയർ മാത്രമാണുള്ളത്. അതുകൂടെ വാങ്ങിച്ചെടുക്കാനാണ് മായയുടെ സ്ഥലോപദേശം. അതൊന്നും ഉടനെ നടക്കില്ല മായേ. അവൻ്റെ കയ്യിൽ ഉടൻ തരാൻ പണമില്ലെന്ന് പറയുന്നു. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അബിയുടെ കയ്യിൽ കാശില്ലെങ്കിൽ പുറത്ത് വിൽക്കാൻ അവൻ സൂപ്പർ മാർക്കറ്റ് കച്ചവടം ഉറപ്പിച്ചല്ലോ. അതുപോലെ ഇതും കൂടെ വിറ്റാൽ അതിൻ്റെ ബാക്കിയും ഈ ഷെയർ കൂടെ കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പറ്റും എന്നാണ് അച്ഛനും പറയുന്നത്. മായ വീണ്ടും വീണ്ടും ആദിത്യനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യം ആ സ്ഥലത്തിന് കൊടുത്ത അഡ്വാൻസോ അല്ലെങ്കിൽ ആ സ്ഥലമോ വാങ്ങിച്ചു തരാൻ നിന്റെ അച്ഛനോട് പറയും, അല്ലാതെ ഒന്നും നടക്കില്ല. ദേഷ്യത്തോടെ ആദിത്യൻ റൂമിലേക്ക് എഴുന്നേറ്റ് പോയി. ആ സമയം ഫോണിൽ വന്ന കോൾ കണ്ടൊരു ചിരിയുടെ മായ അതുമായി പുറത്തേക്കിറങ്ങി. അല്ലുസേ, അല്ലുസേ, എന്താ എൻ്റെ കുഞ്ഞിപ്പാത്തുമോ? ഇപ്പം ഭയങ്കര തിരക്കാണ് അല്ലേ അല്ലുസേ? അതെ, ഇത്തിരി തിരക്കാണ്. ഇന്നിപ്പോൾ കയറി താമസിക്കാനുള്ള ആളുകളെ വിളിക്കാനുള്ള ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ വിളിയൊക്കെ ബാപ്പി വന്നിട്ടേ കാണുള്ളൂ. ലാപ്പിൽ എന്തൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അൽത്താഫ് ലച്ചിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. അടുത്തിരുന്നിട്ട് മനക്കമൊന്നും കേൾക്കാതെ നോക്കുമ്പോൾ കുഞ്ഞിരുന്ന് എന്തോ ആലോചനയിലാണ് ആള്. എന്താടാ എൻ്റെ കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് പറയാനുള്ളത്? ലാപ്പ് അടച്ചു മാറ്റി വെച്ച് ലച്ചുവിനെ വലിച്ച നെഞ്ചിലേക്കിട്ടു അൽത്താഫ്. കുറച്ച് ദിവസമായി എൻ്റെ പാത്തുമ്മയെ ശരിക്കൊന്ന് ഗൗനിച്ചിട്ട് അല്ലടാ. വല്ലായ്മയുടെ അവളെ നെഞ്ചിൽ ചേർത്ത് അമർത്തി പിടിച്ചു അവൻ. അതൊന്നും കുഴപ്പമില്ല ലൂസേ. ഉമ്മയുടെ ആവശ്യങ്ങൾക്ക് അല്ലൂസ് അല്ലാതെ ആന പോവുക. അതുകൊണ്ട് എൻ്റെ ചെക്കൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അവൻ്റെ കഴുത്തിൽ മുഖം അമർത്തി വെച്ച് ലച്ചു പറഞ്ഞു. നിറയാൻ വെമ്പുന്ന കണ്ണുകളെ ശ്വാസിച്ചടക്കി നിർത്തി ലച്ചു തിരികെ അവനെ ചുറ്റിപ്പിടിക്കുമ്പോൾ അവന് മനസ്സ് വേദനിക്കുന്നുണ്ടായിരുന്നു. പാത്തുമോ എന്തോ അങ്ങനെ വിളി കേൾക്കുമ്പോൾ അവനൊന്ന് ചിരിച്ചു. മൂളുന്നത് തനിക്കിഷ്ടമല്ലെന്ന് അറിയുന്നത് കൊണ്ടാണ് പെണ്ണിങ്ങനെ വിളി കേൾക്കുന്നത്. എനിക്കറിയാം, എക്സാം കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിരുന്നതാണ്. ഒക്കെ പോയി. ഇപ്പോൾ എൻ്റെ കുഞ്ഞിപ്പാത്തു കൂടുതൽ സമയം ഇവിടെ ഒറ്റയ്ക്കായി. ഒന്ന് നേരത്തെ വരാൻ പോലും എനിക്ക് പറ്റാതായി. ബാപ്പി 2 ദിവസത്തിനുള്ളിൽ എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഹെൽപ്പ് ഉമ്മയ്ക്ക് വേണ്ടി വരില്ല. അതുവരെ എൻ്റെ കുഞ്ഞിപ്പാത്തും ഒന്ന് ക്ഷമിക്കണം. പറ്റില്ലേ എൻ്റെ പൊന്നിന്? നെഞ്ചിൽ പതുങ്ങിയിരിക്കുന്ന ആ പെണ്ണിനോട് അടക്കാൻ കഴിയാത്ത ഇഷ്ടത്തോടെ അവൻ ചോദിച്ചു. എന്തിനെങ്ങനെ ചോദിക്കുന്നത് അല്ലൂസേ? എനിക്ക് വിഷമമൊന്നുമില്ല. ഉമ്മയ്ക്ക് ആവശ്യം വരുമ്പോൾ അല്ലൂസല്ലേ പോവേണ്ടേ? സാരില്ല, എനിക്ക് മനസ്സിലാവും. അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു അവൾ. ഇന്നലെ ഹരിതയ്ക്ക് കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോകേണ്ടത് ആണ്. അവൾ അല്ലൂസിനെ പ്രതീക്ഷിച്ചിരുന്നു. എൻ്റെ പാത്തു കാര്യം പറഞ്ഞാൽ മതി, അവൾക്ക് മനസ്സിലാകും. ലച്ചുവിൻ്റെ കവിൾ ചുണ്ടമർത്തി അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞോളാം. അല്ലൂസിന് പോകണമെന്ന് നേരി എഴുന്നേറ്റ് ചെന്ന് കുളിച്ചേ. ലച്ചു പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നസീമ അൽത്താഫിനെ ഫോൺ വിളിച്ചു. അത് കണ്ട് ലച്ചു അവൻ്റെ കൈക്കുള്ളിൽ നിന്നും പിടഞ്ഞു മാറി ഫോൺ എടുത്ത് കയ്യിൽ കൊടുത്തു. പിന്നെ വേഗം കിച്ചണിലേക്ക് നടന്നു. ഉമ്മയും അല്ലൂസിനെ തന്നിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകാനാണ് ശ്രമിക്കുന്നത്. അത് വ്യക്തമായി മനസ്സിലായതാണ്. പോരാതെ മുഖം നോക്കി പറയുകയും ചെയ്തു. അന്ന് അല്ലൂസ് ഇല്ലാത്തൊരു ദിവസം ഇവിടെ നസീമ വന്നത് ഓർത്തു ലച്ചു. പുറത്തെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് അവിടെ നിൽക്കുമ്പോഴാണ് അവർ വന്നത്. ആഹാ, ഉണ്ടായിരുന്നോ ഇവിടെ? ഞാൻ കരുതി തുലിഞ്ഞു പോയി കാണുമെന്ന്. അയ്യോ, അത് ഞാൻ മറന്നുപോയി. ഇവിടുന്ന് പോയാൽ ജീവിക്കാൻ വഴിയില്ലല്ലോ എന്നൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഉമ്മി വീടിനകത്തേക്ക് വരൂ, അവിടെ നിന്ന് സംസാരിക്കാം. ഉമ്മി പറഞ്ഞു തുടങ്ങിയതും വെച്ചു അവരെ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു. എൻ്റെ മോൻ വാങ്ങി വീടിനുള്ളിൽ കയറാൻ നിന്റെ ക്ഷണം എനിക്ക് വേണ്ട, മാറി നിൽക്ക്. ലച്ചു നീങ്ങിയതും അവർ വീടിനുള്ളിൽ കയറി സെറ്റിൽ ചെയ്തു. ചായ എടുക്കാം അവരോട് പറഞ്ഞിട്ട് ലച്ചു കിച്ചണിലേക്ക് കയറി. വേണ്ട, നിന്റെ ചായയും വെള്ളമൊന്നും വേണ്ട. അങ്ങനെ എന്തെങ്കിലും തരാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമോനെ എനിക്ക് വിട്ടു തന്നിട്ട് പോകണം. നീ അവൻ്റെ കൺവെട്ടത്തു നിന്നും എന്തിനാ അവൻ്റെ ജീവിതത്തിൽ ഒരു ഇത്തിൽ കണ്ണി പോലെ കടിച്ചു തൂങ്ങുന്നത്? അവരൊരു കിതപ്പോടെ ലച്ചുവിൻ്റെ മുഖത്തേക്ക് വെറുപ്പോടെ നോക്കി. ഉമ്മേ, ഞാൻ ഉമ്മയോ? നീ അങ്ങനെ വിളിക്കരുത്. അത്രയ്ക്ക് അറപ്പാണ് നിന്നെ. നീ പോയാലും ഇല്ലെങ്കിലും ഏത് വീതനെയും എൻ്റെ മോനെ ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുവരും, അതുറപ്പ്. അതുകൊണ്ട് പോകാനുള്ള സ്ഥലമൊക്കെ നോക്കി വെച്ചു. പിന്നെ മര്യാദയ്ക്ക് ഒഴിഞ്ഞു പോകുമെങ്കിൽ നിനക്ക് ജീവിക്കാനുള്ള പണം അത് എത്രയായാലും നീ ചോദിക്കുന്നത് ഞാൻ തരും. ഒന്നുമില്ലെങ്കിലും 3 വർഷത്തിൽ കൂടുതൽ എൻ്റെ മോൻ്റെ കൂടെ അല്ലേ? അത് ഞാൻ ഓർക്കണല്ലോ. എല്ലാം പറഞ്ഞിട്ട് കാറ്റുപോലെ പാഞ്ഞിറങ്ങിപ്പോയി നസീമ.
അന്ന് അവർ പറയുന്നതൊക്കെ കേട്ട് തകർന്ന ആ നിമിഷം തന്നെ ഹരിത അകത്തേക്ക് കയറി വന്നു. എന്തിനാടി അവർ വന്നത്? എന്തൊക്കെയാ അവർ പറഞ്ഞത്? ലച്ചുവിന് തോൾ പിടിച്ച് കുലുക്കി ഹരിത. അവരുടെ മകന്റെ കൂടെ 3 വർഷം കിടന്നതിന്റെ കൂലി എത്രയാണെന്നും അല്ലടി അവർ ചോദിച്ചതിന്റെ അർത്ഥം. ഹരിത ചോദിക്കുമ്പോൾ അന്ന് അവളെ കെട്ടിപ്പിടിച്ച് അലറി കരയുമ്പോൾ ഒരു വാക്കുകൂടെ വാങ്ങിച്ചിരുന്നു. ഒരിക്കലും അവൾ പറഞ്ഞ അലൂസ് അറിയരുതെന്ന്. ഓരോന്നും ഓർത്ത് കണ്ണ് നിറഞ്ഞെങ്കിലും കഴിക്കാനുള്ളതൊക്കെ ഡൈനിങ് ടേബിളിൽ എടുത്തുകൊണ്ട് ലച്ചു വെച്ചു. എൻ്റെ ലച്ചു, നീ എന്തൊരു ഇരിപ്പാണ് പെണ്ണേ. ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് നേരത്തെ പറഞ്ഞിട്ട് നിന്റെ കെട്ടിയൻ മുങ്ങിയോ? ഇപ്പോൾ നീ ഇതാ നനഞ്ഞ കോഴി പോലെ ഇരിക്കുന്നു. ഞാൻ വരണ ഹരിതേ? നിന്റെ ആളിൻ്റെ വീട്ടുകാരുമൊക്കെ ഇല്ലടി. അതുപോരാ, നീ വേണം. ഹരിയേട്ടൻ എത്തിയില്ല, ഇപ്പോൾ അൽത്താഫ് എണ്ണമില്ല, നീ വന്നില്ല എങ്കിൽ ഞാനൊരു അനാഥയെ പോലെ തോന്നില്ലച്ചു. നിറഞ്ഞ കണ്ണുകൾ തുടച്ചു ഹരിത. ഏയ് എൻ്റെ ഹരിതക്കുട്ടി കരയണ്ട, ഞാൻ എന്താ വന്നു കഴിഞ്ഞു. ലച്ചു ഹരിതയുടെ കവിളൊന്ന് മുത്തിയിട്ട് ഒരു റൂമിൽ കയറി റെഡിയാവാൻ. ആരൊക്കെ ഉണ്ടെങ്കിലും അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ ചിലപ്പോൾ എങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നും, അല്ലേ ലച്ചു? തോന്നും. പക്ഷേ നിന്നെ ജീവനായി കാണുന്ന ഏട്ടനില്ലേ ഹരിതേ? അതുണ്ട്. അപ്പോഴും ഏട്ടനൊരു കുടുംബമുണ്ട്. ഏട്ടത്തി കുഞ്ഞ് ഇപ്പോൾ തന്നെ ഏട്ടത്തിക്ക് ലീവ് കിട്ടാൻ വൈകുന്നത് കൊണ്ടാണ് ഏട്ടനും അവിടെ നിൽക്കുന്നത്. അച്ഛനും അമ്മയും മരിക്കുന്നതിന് മുൻപ് സ്വർണ്ണം വാങ്ങി വെച്ചിരുന്നു. ഇല്ലെങ്കിൽ അതിനും ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരുമായിരുന്നു ഇന്നലത്തെ പോലെ. വിങ്ങലയുടെ ഹരിത പറയുമ്പോൾ ലച്ചു അവളുടെ കയ്യിൽ മുറുക്ക പിടിച്ചു. ലച്ചുവിനൊപ്പം ആ വലിയ തുണിക്കടയിൽ പയ്യന്റെ വീട്ടുകാരെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഹരിത അവളുടെ സങ്കടവും ലച്ചുവുമായി പങ്കുവെച്ചത്. വിഷമിക്കല്ലേ, നിന്റെ വിനയേട്ടൻ നിന്നെ പൊന്നുപോലെ കൊണ്ടു നടക്കും. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സ്നേഹം തരാൻ അവിടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, സങ്കടപ്പെടണ്ടടി. ലച്ചു ആവും പോലെ ഹരിതയെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ദാ അവരെത്തിടി. ഹരിതയുടെ അമ്മയമ്മയും അച്ഛനും നാത്തൂനും ഭർത്താവുമാണ് വന്നത്. പിന്നെ അങ്ങോട്ട് കല്യാണപ്പട്ടും സേറ്റുമുണ്ടും വൈകിട്ട് ഫംഗ്ഷനും ഇല്ലെങ്കിലും നല്ലൊരു ലഹങ്ക എടുത്തു, മുന്തിരി കളറിൽ. പിന്നെ വീട്ടിൽ ഉപയോഗിക്കാനുള്ളത് ഇന്നേഴ്സൊക്കെ വാങ്ങിക്കൂട്ടി. ഇതിനിടെ എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും ലച്ചിനും അൽത്താഫിനും ഹരിതയുടെ വകയെ ഡ്രസ്സൊക്കെ എടുത്തു. അതും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചാണ് പിരിഞ്ഞത്. എന്താടി, ഷോപ്പിൽ നിന്ന് വന്നപ്പോൾ നിനക്കാകെ ഒരു വിഷമം? അൽത്താഫേട്ടൻ വരാത്തത് കൊണ്ടാണോ? ഇപ്പോൾ ഫുഡ് നേരെ ചൊവ്വേ കഴിച്ചില്ല? ഒന്നുമില്ലടി. പിന്നെ നീ ചോദിച്ച പോലെ അല്ലൂസ് ഇല്ലാതെ അതൊരു സങ്കടമാണ്. ആ തള്ള വിടൂലടി. ബാപ്പി വന്ന പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അന്നത്തെ സംഭവം ഏട്ടനോട് പറഞ്ഞാൽ മതിയായിരുന്നു. അവരുടെ അഭിനയം തീർത്തു കൊടുക്കുമായിരുന്നു. വേണ്ട ഹരിതേ, ഞാനായി ആ അമ്മയ്ക്കും മകനും ഇടയിൽ പ്രശ്നമുണ്ടാവരുത്. പിന്നെ ഇരുവരും അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ലച്ചുവിനെ വീട്ടിൽ കൊണ്ട് വിറ്റിട്ടാണ് ഹരിത പോയത്. വീടിനകത്ത് കയറി ലച്ചു വാതിലടച്ചു. എന്നിട്ട് കൊണ്ടുവന്ന കവറുകൾ സെറ്റിൽ വെച്ച് നിലത്തേക്ക് ചടഞ്ഞിരുന്ന് വാവിട്ട് കരഞ്ഞു. ഹരിതയ്ക്ക് നൈറ്റ് ഡ്രസ് എടുക്കാൻ പോകുമ്പോഴാണ് അൽത്താഫും നസീമയും കൂടെ ഒരു പെൺകുട്ടിയും കൂടെ നിന്ന് കുർത്തി സെലക്ട് ചെയ്യുന്ന കണ്ടത്. ആ കുട്ടി അതാരാകും? എല്ലാരെയും കിട്ടിയപ്പോൾ കുഞ്ഞിപ്പാത്തുമ്മയെ മറന്നു പോകുന്നതാണോ അല്ലൂസേ? ഇനി ഒന്നിനും കൊള്ളാത്ത പെണ്ണിനെ വേണ്ടെന്ന് തോന്നി തുടങ്ങിയോ? ഓരോന്നും ഓർത്ത് കരഞ്ഞു അവിടെ തന്നെ നിലത്ത് കിടന്നു. പിന്നെ എപ്പോഴും ഉറങ്ങിപ്പോയി ലച്ചു. പുറത്ത് കാറ് ശബ്ദം കേട്ടാണ് ലച്ചു ഉണർന്നത്. മുഖമൊക്കെ ഒന്ന് അമർത്തി തുടച്ചെഴുന്നേറ്റ് ഒന്ന് വാതിൽ തുറന്നു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പാത്തുമ്മോ, ആരാന്ന് നോക്കാതെ രാത്രി വാതിൽ തുറക്കരുതെന്ന്? എനിക്കറിയാലോ വന്നത് അല്ലൂസാണെന്ന്. പിന്നെന്താ, നിനക്ക് നാവിനിത്തിരി നീളം വെച്ചെന്ന് എനിക്കൊരു സംശയം. അവളെ ചേർത്തൊന്ന് പിടിച്ച് കവൾ മുത്തിക്കൊണ്ട് അൽത്താഫ് പറഞ്ഞു. എന്താടാ മുഖമൊക്കെ വല്ലാതെ? കരഞ്ഞോ എൻ്റെ പാത്തുമ്മ? ആ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. ഇല്ല, ഉറങ്ങിപ്പോയി. അതാ മുഖം വല്ലാതെ. ലച്ചുവിന് കരച്ചിൽ വന്നുപോയി. പക്ഷെ അവന്റെ മുന്നിൽ കരയാനും വയ്യ. താനിങ്ങനെയൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്നെന്ന് അവൻ അറിയരുത്. വരുമ്പോലെയൊക്കെ വരട്ടെ. ഡ്രസ്സൊക്കെ എടുത്തില്ലേ? ആലോചിച്ചെന്നവളുടെ തലയിൽ ഒന്ന് കൊട്ടിയവൻ. ഹരിത എടുത്ത് തന്നു, നമുക്ക് രണ്ടാൾക്കും. അതുകൊണ്ട് ഞാൻ വേറെ എടുത്തില്ല. എൻ്റെ പാത്തുന് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാമായിരുന്നില്ലേ? ധാവണി വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? റൂമിലേക്ക് കയറുമ്പോൾ അൽത്താഫ് ചോദിക്കുന്നുണ്ടായിരുന്നു. വേണ്ട, ഇത് മതിയല്ലോ സേ. അവൾ ആഗ്രഹിച്ചെടുത്തതല്ലേ. ഞാൻ കഴിക്കാനുള്ളതൊക്കെ ഒന്ന് ചൂടാക്കി വെക്കട്ടെ. പാത്തുമോ, സോറി, ഞാൻ ഉമ്മയ്ക്കൊപ്പം കഴിച്ചു. നീ കഴിക്ക്, ഞാൻ കൂടെ ഇരിക്കാം, വിഷമിക്കല്ലേ. അവളും ചേർത്ത് പിടിച്ച് വല്ലായ്മയുടെ അവൻ പറഞ്ഞു. അയ്യേ, അതിന് സോറി എന്തിനാ? അമ്മയുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് തെറ്റൊന്നുമല്ല. പിന്നെ ഞാൻ കഴിച്ചോളാം. അലീസ് പോയി കുളിച്ചിട്ട് വായോ. അവൻ്റെ കയ്യിൽ നിന്ന് മാറി കവറൊക്കെ കബോർഡിൽ വെച്ചിട്ട് തോർത്തെടുത്ത് അൽത്താഫിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വേഗം കിച്ചണിലേക്ക് വന്നു. കണ്ണുകൾ പുകഞ്ഞു അവൾക്ക്. കരയാൻ തോന്നുന്നു, പക്ഷേ കഴിയുന്നില്ല. രാവിലെ ഉണ്ടാക്കി വെച്ചതും വെറുതെയായി. കഴിക്കാനായി വന്നിരിക്കാൻ പോകുമ്പോൾ ഉമ്മ ഗേറ്റിന് അരികിലെത്തിയെന്ന് ഫോൺ വന്നു. പിന്നെ ഇതുപോലെ ഒരു സോറിയും പറഞ്ഞ് അവർക്കൊപ്പം പോയി. എങ്ങോട്ടാണ് ഈ പോക്ക്? വേദനയോടെ ലച്ചു ചുമരിൽ ചാരി കുറച്ചു നേരം നിന്നു. പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് കുടിച്ചിട്ട് നേരെ
റൂമിലേക്ക് പോയി. വേറൊന്നും ചെയ്യാനില്ല. ഹരിതയ്ക്കൊപ്പം പോകും മുൻപ് എല്ലാം ചെയ്തിട്ടാണ് പോയത്. കഴിച്ചടാ? ലച്ചു കയറി വന്നത് അവൻ ചോദിച്ചു. കഴിച്ചു. അവളും പറഞ്ഞിട്ട് കുളിക്കാൻ കയറി. കുളിച്ചു വരുമ്പോൾ ലാപ്പുമായിരുന്ന ഷോപ്പിലെ കണക്കുകൾ നോക്കുന്നുണ്ട് അൽത്താഫ്. പാത്തുമോ, ഉറക്കം വരുന്നില്ലെങ്കിൽ ഒരു കട്ടനിട്ടതാ. ലാപ്പിൽ നോക്കിയിരുന്ന അൽത്താഫ് പറഞ്ഞു. അവൾ വേഗം ചെന്ന് കട്ടൻ ഇട്ട് കൊണ്ടുവന്ന് കൊടുത്തു. വാ, ഇവിടെ ഇരിക്ക്. ലാപ്പ് മാറ്റി വെച്ചവളെ വലിച്ച് മടിയിലെത്തിയവൻ. ബാപ്പി വരുന്ന മണ്ടേ വരും. ഇപ്പം ഏകദേശം വിളിക്കാനുള്ളതെല്ലാം കഴിഞ്ഞു. പാല് കാച്ചി കഴിഞ്ഞ് നമുക്ക് യാത്ര പോകണം കേട്ടോ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ. എന്താ എൻ്റെ പാത്തുമ്മ മിണ്ടാത്തത്? അവൻ മുഖം താഴ്ത്തി അവളെ നോക്കി. നെഞ്ചിൽ പതുങ്ങി ചേർന്ന് ഇരിപ്പുണ്ട്. ഉറങ്ങി എൻ്റെ കൊച്ച്? എന്തൊരു ഉറക്കാണ് എൻ്റെ പാത്തുവിന്? അവൻ ചോദിക്കുന്നതൊക്കെ കേൾക്കുന്നെങ്കിലും ഒന്നും തിരികെ പറയാൻ താല്പര്യമില്ലാതെ ലച്ചു കണ്ണുകൾ അടച്ചതിനെ ഇരുന്ന് ഉറങ്ങിയെന്ന് കരുതിക്കോട്ടെ. അവളെ മടിയിൽ നിന്ന് കോരിയെടുത്ത് ബെഡിൽ കിടത്തി പുതപ്പിച്ചു. പിന്നെ മുഖം താഴ്ത്തി ആ നെറ്റിൽ ചുണ്ടമർത്തി പറഞ്ഞു. സോറി ബാപ്പി, ഇന്ന് വന്നോട്ടെ, എന്നിട്ട് നമുക്ക് ഒക്കെ ശരിയാക്കാം. അവൻ്റെ ചുണ്ടുകൾ ഒരു വട്ടം കൂടെ ആ നെറ്റിയിൽ അമർന്നു മാറി. വീണ്ടും വന്നിരുന്ന് ലാപ്പെടുത്ത് മടിയിൽ വെച്ചു. അതിലേക്ക് നോക്കി. ഈ സമയം ലച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. വെളുപ്പിനെ ഫോൺ ബെൽ കേട്ടാണ് ലച്ചു ഉണർന്നത്. അവൾ ഓർക്കാൻ വിട്ടുമാറാത്ത കണ്ണുകൾ വലിച്ചു തുറന്ന് അൽത്താഫിനെ നോക്കി. തന്നെ പൊതിഞ്ഞു പിടിച്ച് കിടന്ന ആൾ സുഖമായി ഉറങ്ങുന്നുണ്ട്. അവൾ കയ്യെത്തി ഫോൺ എടുത്ത് നോക്കി. ഉമ്മിയെന്ന് കണ്ടതോടെ അവൾ ഫോൺ തിരികെ വെച്ചു. അലുസേ, അലുസേ, താൻ നോക്കേ, ഉമ്മിയാണ് വിളിക്കുന്നത്. അവനെ കുലുക്കി ഉണർത്തി ഫോൺ കയ്യിൽ പിടിച്ചു അവൾ. പിന്നെ പതിയെ എന്നിട്ട് ബാത്റൂമിൽ കയറിപ്പോയി. പാതുമോ, പെട്ടെന്നൊരു കട്ടൻ കിട്ടുമോ? ഫ്രഷായി ഇറങ്ങി വന്ന ലച്ചുവിൻ്റെ അൽത്താഫ് ചോദിച്ചു. ഇപ്പം തരാവേ. അവൾ വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. അവൾക്ക് പിന്നാലെ അവനും ഹാളിലേക്ക് വന്നു. ലച്ചു ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ചായപാത്രത്തിലൊഴിച്ച് സ്റ്റൗ കത്തിച്ച് അതിലേക്ക് വെച്ചു. പിന്നെ ഇന്ന് നേരത്തെ ചെല്ലാൻ പറഞ്ഞ് വിളിച്ചതാകുമെന്ന് ഓർത്തപ്പോഴേക്കും വെള്ളം തിളച്ച ശബ്ദം ചിന്തയിൽ നിന്നും ഉണർത്തി. ദാ കട്ടൻ. അവൻ കൈനീട്ടി അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങി. ഇപ്പം പോകുമോ? ഞാൻ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കട്ടെ? അവൻ്റെ അരികിലിരുന്നു രച്ചു. ഇപ്പോൾ എനിക്കൊന്നും വേണ്ടടാ കുഞ്ഞിപ്പാത്തു, പിന്നെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. നീ ശരിക്കും ഫുഡൊന്നും കഴിക്കുന്നില്ല അല്ലേ പാത്തുമോ? അവളെ ക്ഷീണിച്ച മുഖത്തേക്ക് നോക്കി അവൻ. കഴിക്കുന്നുണ്ട്. മുഖം കുനിച്ചിരുന്ന് അവൾ പറഞ്ഞു. ബാപ്പി എത്തിയാൽ എൻ്റെ കൊച്ചിനെ ഞാനിങ്ങനെ തനിച്ചാക്കില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റടി. ഉമ്മയൊറ്റയ്ക്ക് ഓടി നടക്കുമ്പോൾ ഞാൻ കൂടെ ഇല്ലെങ്കിൽ എല്ലാവർക്കും ദേഷ്യം വരും. എന്നിട്ടും ചിലപ്പോഴൊക്കെ ഉപ്പുപ്പയാണ് അവിടെ പോയി നിന്ന് പണിയൊക്കെ നോക്കുന്നത്. എനിക്ക് ഷോപ്പിലും പോകണ്ടേ? അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ നെറുകിൽ മുകർന്നു അവൻ. സാരില്ലല്ലോ സേ, എനിക്ക് മനസ്സിലാക്കും ഉമ്മയെ. ഞാൻ മുന്നത്തെ പോലെ ഫോൺ വിളിക്കുന്നതും നിന്റെ കാര്യം പറയുന്നതുമൊക്കെ ഉമ്മയെ അസ്വസ്ഥതപ്പെടുത്തിയാലോ, നിന്നോടൊരു ദേഷ്യം കൂടിയാലോ എന്നൊക്കെ ഓർത്താണ്. ലച്ചു വേദനയുടെ മോളിതേയുള്ളൂ. ഇപ്പോൾ ആൾ കുറച്ച് ഹാപ്പിയാണ്. സൂർമി വന്നിട്ടുണ്ട്. അന്ന് കണ്ട കുട്ടിയാണ് പറഞ്ഞതെന്ന് മനസ്സിലായെങ്കിലും അതാരെ എന്ന പോലെ ലച്ചു അവനെ നോക്കി. ബാപ്പിയുടെ ഫ്രണ്ട് റസാഖ് അങ്കിളിൻ്റെ മോളാണ്, ഡോക്ടറാണ്. ഇപ്പോൾ ഇവിടെ മയൂരി ഹോസ്പിറ്റലിൽ ജോബ് ശരിയായി. തറവാട്ടിൽ ഉമ്മയ്ക്കൊപ്പമാണ് ആള്. അവളെ കൊണ്ട് കറക്കാണ്. അതാണ് സന്തോഷം. അതിലെന്നെയും കൂടെ വലിച്ചിടും കേട്ടോ. അതാണ് കൂടുതൽ തിരക്കാകുന്നതും. മനസ്സിലായി. പതിഞ്ഞ ശബ്ദത്തിൽ ലച്ചു പറഞ്ഞു. നീ എന്നോട് വഴക്കിടും പിണങ്ങും എന്നൊക്കെ ഞാൻ പേടിച്ചു. എന്തിന്? ലച്ചു പകപ്പോടെ അവനെ നോക്കി. എൻ്റെ പാത്തുമേ ശരിക്കുന്ന ചേർത്ത് പിടിച്ചിട്ട് കൊതി തീരും വരെ എൻ്റെ പൊന്നിനെ ഉമ്മ വെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് എവിടെയെങ്കിലും പോയിട്ട് സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒക്കെ ഓർക്കുമ്പോൾ ശരിക്കും വിഷമം വരും. അപ്പോൾ ഞാൻ ഓർക്കും ഓരോരോ ചെറിയ കാര്യത്തിന് ഉമ്മി ബാപ്പിയോട് പിണങ്ങുന്നതും വഴക്കിടുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. അതുപോലെ എൻ്റെ പാത്തുമ്മയും പിണങ്ങിയാലോ എന്ന്. അവളുടെ കവളിൽ അമർത്തി ഉമ്മ വെച്ചു അവൻ. അലുസേ. അവൾ അവൻ്റെ മുഖം പിടിച്ചുയർത്തി. നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ. അവളുടെ കണ്ണുകൾ അതുപോലെ നിറഞ്ഞു ചുവന്നും. പക്ഷെ ആ വരണ്ട ചുണ്ടിൽ ചിരിയായിരുന്നു. എന്താടാ? അവൻ പതിയെ ചോദിച്ചു. അല്ലൂസ്, എനിക്ക് തന്നതൊക്കെ അതെന്തായാലും ഞാനൊരു നിധി പോലെ ഇതാ ഇവിടെ കാത്തു വെച്ചിട്ടുണ്ട്. അവൻ്റെ മുഖത്തുനിന്നും കൈമാറ്റി സ്വന്തം നെഞ്ചിൽ തൊട്ട് കാണിച്ചു ലച്ചു. പിന്നെ ഇനി എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ പോലും പിണങ്ങാതെ വഴക്കിടാതെ നിലവിളിക്കാതെ ഈ ഒരാളുടെ ജീവിതത്തിൽ നിന്നും ഒരു കരടാവാൻ നിൽക്കാതെ അല്ലൂസിൻ്റെ കുഞ്ഞിപ്പാത്തമ്മ പോകും. എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവളെ വലിഞ്ഞു മുറുക്കി ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളും തുളുമ്പിപ്പോയി. ഇത്രയും പാവമാകരുത് എൻ്റെ പാത്തു. കുറച്ചൊക്കെ വഴക്കാളിയാകണം എൻ്റെ പാത്തൂട്ടി. പറഞ്ഞു കഴിയുമ്പോൾ ആ ചുണ്ട് അവൻ്റെ ചുണ്ടുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്നു കഴിഞ്ഞിരുന്നു. ലച്ചു പിടഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. അവളെ നിലത്തേക്ക് ചായച്ചു കെട്ടി ആ കഴുത്തിൽ മുഖം പൂഴ്ത്തിയ നിമിഷം അവൻ്റെ ഫോൺ വീണ്ടും ബെല്ലടിച്ചു. എന്നാലത് ശ്രദ്ധിക്കാതെ അവളെ ഒന്നാകെ കെട്ടിപ്പിടിച്ചു അവൻ. അപ്പോഴേക്കും ഒരിക്കൽ കട്ടായി വീണ്ടും ബെല്ല് കേട്ടു തുടങ്ങി. ദേഷ്യത്തിൽ അവളെ വിട്ടുമാറി കോൾ എടുത്തു അൽത്താഫ്. ലച്ചു വേഗം നിലത്തുനിന്നും എഴുന്നേറ്റ് സെറ്റിലിരുന്നു. അവൻ ഉമ്മയോട് സംസാരിക്കാൻ ശ്രദ്ധിക്കാതെ ഇരിക്കാൻ ശ്രമിച്ചു. സോറി എൻ്റെ പാത്തുമ്മ, കുറച്ചു ദിവസം കൂടെ ക്ഷമിക്കടി.
ഫോൺ കട്ട് ചെയ്തിട്ട് അവളുടെ മുഖം പിടിച്ച് ഉമ്മ വെച്ചു. ഭ്രാന്ത് പിടിച്ചതുപോലെ തെഴുതരെ മുത്തം വെച്ചു അവൻ. അയ്യേ, ഈ അലസനെ കൂടെ കരയിപ്പിക്കുമല്ലോ. അവനെ പിടിച്ച് ഉയർത്തി ആ നെറ്റിയിൽ ചുണ്ടമർത്തി ലച്ചു. പൊയ്ക്കോ, ഉമ്മി കാത്തിരിക്കും ചെല്. അവൻ റൂമിൽ കയറി പോയത് ലച്ചു ഒരു നിമിഷം നിന്നൊരു പൊട്ടിക്കരച്ചിൽ തൊണ്ടയിൽ ഞെരിഞ്ഞമരുന്നുണ്ട്. പക്ഷേ വേണ്ട, നെഞ്ചി പൊട്ടി പിളരും പോലെ ഒരു വേദന. ശരീരമാകെ തളരുന്നു. പക്ഷെ പിടിച്ചു നിൽക്കണം. മനസ്സിൽ ഓർത്തുകൊണ്ട് അവളും അവന് പിന്നാലെ റൂമിലേക്ക് കയറിപ്പോയി. അവൻ ഇടാനുള്ള ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്ത് അയൺ ചെയ്ത് കർച്ചീഫ് ഉൾപ്പെടെ അതിൻ്റെ കൂടെ വെച്ചു. എല്ലാം എടുത്തു വെച്ചുല്ലേ എൻ്റെ കുഞ്ഞു പാത്തുമ്മ? അതൊക്കെ എടുത്തു വെച്ചു. ഒരു കാര്യം ചോദിക്കട്ടെ അലുസേ? ഇതെന്താ ചോദിക്കട്ടെ, എടുക്കട്ടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ? വേറൊന്നുമല്ല. ഹരിതയുടെ കല്യാണത്തിന് ഇനി ഒരാഴ്ചയുള്ളൂ. ആ ഒരു ദിവസം എന്ത് തിരക്കുണ്ടെങ്കിലും അലുസ് എനിക്കൊപ്പം വരണം. വരില്ലേ? അവൻ്റെ മുഖത്തേക്ക് നോക്കി കലങ്ങിയ കണ്ണുകൂടെ ലച്ചു ചോദിക്കേ അവനെ നെഞ്ചു പടഞ്ഞു. വരും. എൻ്റെ പാത്തുമ്മ ഇതുവരെ എന്നോടൊന്നും ഇങ്ങനെ ഇത്രയും ആഗ്രഹത്തോടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അന്ന് എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ വരും. പിന്നെ നമ്മുടെ ഗിഫ്റ്റ് സമയം പോലെ എൻ്റെ പാത്തു അവൾക്ക് കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. എന്നിട്ട് പറയണം നിന്റെ ആങ്ങളെയും നാത്തൂരും തരുന്ന സമ്മാനമാണെന്ന്. അവളെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് അൽത്താഫ് പറഞ്ഞു. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഒന്നായി ഒഴുകുകയും ചെയ്തു.